വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പോകരുത്, ഒരിക്കലും പോകരുത്. പോകയില്ലെന്ന് അച്ഛനോട് പറ. ഞാൻ ഈ ഹോട്ടലിന് നീന ഹോട്ടൽ എന്ന് പേരിടാൻ തീരുമാനിച്ചു. എന്റെ പേരോ? അതെ, നീ എന്റെ മകളാണ്. അല്ല, ഞാൻ ഡാഡിയുടെ മോളാണ്. ആയിരിക്കാം, പക്ഷെ നീ എനിക്ക് എന്റെ മകളെ പോലെ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മകൾ. എന്തിനാ കരയുന്ന? പറയാം, വരൂ. മോളുടെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു അല്ലേ? ഡാഡി പറഞ്ഞോ? പറഞ്ഞു. ഇനിയിപ്പോ ഈ ഡാഡി എന്ന് പറയുന്ന മനുഷ്യനും വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തോ എനിക്കൊരു ഭയം. എന്ത് സംഭവിച്ചാലും മോൾക്ക് ഞാനുണ്ട്. അച്ഛനല്ലാത്ത മറ്റൊരച്ഛൻ. മനസ്സിലായോ? ഇല്ല. വരൂ, പറയാം. എല്ലാം ഓരോ നിമിത്തങ്ങളാണ്. ഞാൻ ഈ ഹോട്ടൽ വാങ്ങാൻ വന്നു. ഈ ഹോട്ടലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മോളെ കണ്ടു. എനിക്ക് ഹോട്ടൽ ഇപ്പൊ വേണ്ട. ഞാൻ എന്റെ മോളുടെ പേർക്ക് ഈ ഹോട്ടൽ വാങ്ങുകയാണ്. ഒരാഴ്ചക്കകം അഡ്വാൻസ് കൊടുക്കും. 1 മാസത്തിനകം രജിസ്റ്റർ ചെയ്യും. അച്ഛനോട് പറഞ്ഞേക്കും. മിസ്റ്റർ സത്യവ്രതൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ? അവരുടെ പേർക്കല്ലേ സ്വത്തുക്കൾ വാങ്ങേണ്ടത്? അവരുടെ പേർക്ക് കോടിക്കണക്കിനുണ്ട് സർ. കൂട്ടത്തിൽ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചൂടെ? ഇല്ല, എന്നെ തടയരുത്. ഇന്നോ നാളെയോ എന്ന് വെച്ച് മരിക്കാൻ നടക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ മകൾക്ക് ഒരു രക്ഷിതാവ് വേണ്ടേ? പറയൂ. നിങ്ങൾ സന്തോഷത്തോടെ മരിക്കണം. നീനയുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മരിക്കണം. അതിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവളുടെ പേർക്ക് സ്വത്തുക്കൾ വാങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നുന്നു. അല്ല, മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഓക്കെ, എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? എപ്പോ വേണമെങ്കിലും കൊടുക്കും. എത്രയാണ് അഡ്വാൻസ്? ഒരു 20 ലക്ഷം കൊടുത്തേക്കാം. എന്റെ ഒരു സന്തോഷത്തിന് പകുതി 10 ലക്ഷം ഞാൻ തരാം. 10 ലക്ഷം സാറിനെ പരീക്ഷിക്കണം. നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു. അച്ഛനോടല്ല, അങ്കിളിനോടാണ് അവൾ ഐസ്ക്രീം വേണോന്ന് ചോദിക്കുന്നത്. പിള്ളയിൽ കള്ളമില്ല സാർ. അവൾ എന്റെ ഓമനയാണ്. നീനമോളെ,
ഞങ്ങൾക്കിപ്പോ ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ വയ്യെന്നായിരിക്കുന്നു. എനിക്ക് അങ്കിളിന്റെ കോട്ടേജിൽ പോകണമെന്നും പറഞ്ഞു ഒരേ കരച്ചില. കരയും. എന്റെ സ്നേഹം കൊച്ചിന് മനസ്സിലായി. സാർ പോയിക്കോളൂ. ഗുഡ് ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ആ സാറേ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ സാർ പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി. അഡ്വാൻസിന്റെ പകുതി സാർ തന്നോളൂ. ഞാനായിട്ട് സാറിന്റെ സന്തോഷം നശിപ്പിക്കരുതല്ലോ. താങ്ക് യു മിസ്റ്റർ സത്യവ്രത, താങ്ക് യു വെരി മച്ച്. നാളെ തന്നെ 10 ലക്ഷം തന്നേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. വരട്ടെ. വരൂ, ഇരിക്കും. ഈശ്വര. എന്താ അങ്കിൾ? ഒന്നുമില്ല, ഈശ്വരനെ വിളിച്ച് പോയതാ. എന്റെ പെട്ടി പോയേ, എന്റെ പണം പോയേ, എന്റെ പെട്ടി പോയേ. എവിടെയാ പെണ്ണ്? എവിടെ? കോട്ടേജ് 46-ലെ ആൾ എവിടെ? അവര് നൈറ്റിലെ കാലി പണി പോയച്ചു സാർ. എന്റെ ഭഗവാന്. എന്നാ സാർ? എന്റെ പണം, എന്റെ പെട്ടി. പണമാ? ഒന്നുമില്ല. ഒരു ലെറ്റർ ഉണ്ട് സാർ. പ്രിയപ്പെട്ട അങ്കിൾ, അങ്കിൾ ഉറങ്ങിയപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റു. പുറത്ത് അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. അച്ഛൻ അകത്തേക്ക് വന്നു. അങ്കിളുടെ പെട്ടികളെടുത്ത് മുറി കൊണ്ടുപോയി. തുറന്നു നോക്കണമെന്ന് നേരം കിട്ടിയില്ല. പെട്ടിയിൽ പണം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾ പോകുന്നു. അച്ഛന് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് ചുമ്മാതാ. ബിസിനസ് പൊളിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കണം. അങ്കിളും ഒരു ഫ്രോഡാണെന്ന് അച്ഛൻ പറയുന്നത് നേരാണ് അങ്കിൾ. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ഗുഡ് ബൈ. സാർ, വീക്കിലി ബില്ല് സാർ, 20,000 രൂപ. ഇപ്പൊ വന്ന് കൊടുക്കണേ. എന്നാ സാർ ഒരു മാതിരി ആയിരിക്കും? എന്റെ അച്ഛൻ ചത്തെന്ന് പറഞ്ഞ് കമ്പി വന്നു, അതിനാൽ ഒരു മാതിരി ആയിരിക്കും. ബഹളത്തിന് വന്നതല്ല. മരുന്ന് വാങ്ങാൻ കാശില്ല. നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. പട്ടിണിയാണ് ധർമ്മ. ഒരു 50 രൂപ സാധിച്ചാൽ 100, അത്രേ വേണ്ടൂ. നീ തരണം. ഞാൻ ചെയ്തത് ചതിയാണ്, കൊടുംചതി. ഇങ്ങനെ പരസ്പരം ചതിച്ച് നമ്മുടെ വർഗം തന്നെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയി. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായെന്ന് പറഞ്ഞതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുകയാണ് ഞാൻ. 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു കൊച്ചു പിശാച് എല്ലാം പറ്റിച്ചോണ്ട് പോയി. അവളുടെ തലമുറ വളർന്നു വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ വല്ല പണിയും നോക്കുന്നതാണ് നല്ലത്. ആ പണം നിന്റേലായിരുന്നെങ്കിൽ നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയേനെ. ഞാനാ തെറ്റുകാരൻ. വികാരത്തെ നിയന്ത്രിക്കൂ ധർമ്മ. ആത്മവിശ്വാസം കൈവിടരുത്. ഈ രാജ്യത്ത് ഇനിയും കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ തോൽക്കില്ല. ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല. ഇത് സത്യം. ഇവിടെ ഇപ്പൊ 20,000 രൂപ കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. സാരമില്ല, ഞാൻ കൊടുക്കാം. വാ. അയ്യോ, ആ കാണുന്ന എന്താ? അതാണ് മെയിൻ ഗേറ്റ്. ഓഹോ, ഓടിക്കോ. വാടാ.
നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിനക്കറിവുള്ളതല്ലേ? എന്റെ മനസ്സും ബുദ്ധി മരവിച്ചു പോയി. ഇനി ഈ പരിസരത്ത് എന്തായാലും നിൽക്കണ്ട.